ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. നമ്മുടെ സൈഡിൽ തയ്യാറാക്കുന്ന മീൻകറികളിലൊന്നാണ്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ മീൻകറി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മസാലകളൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യം വേണ്ടത് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. കൂടെ പിന്നെ വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഈ ഒരു അളവിലേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഒരു 2 പിഞ്ച് അളവിൽ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി കൂടി പോകരുത്, എങ്കിൽ പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റിലേ ഇപ്പോൾ നന്നായിട്ട് പാനിപ്പോൾ ചൂടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ പേരിലാണ് മസാലകൾ കംപ്ലീറ്റും ചേർത്തിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് മാത്രം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. നല്ലൊരു മണം വരും, നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടായി വരുന്നതിൻ്റെ ഒരു മണം. ആ ഒരു സമയം വരെ മാത്രം, അതായത് മാക്സിമം 1 മിനിറ്റ് വരെ മാത്രം വറുത്ത് കൊടുത്താൽ മതിയാവും, കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട്. നമ്മൾ ഇതുപോലെ മസാല വറുത്ത് തയ്യാറാക്കുന്ന നമ്മുടെ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണേ. ഇതാ ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ലൈറ്റായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ഇപ്പോൾ നമ്മുടെ ഈ മസാലയുടെ ചൂടൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. കൂടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ചെറിയുള്ളിയാണ്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ പുളിയും കൂടി. അപ്പോൾ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാളംപുളിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. വാളംപുളി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് കുടംപുളി എടുക്കാം. കുടംപുളി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കരുത്, അതെല്ലാം സെപ്പറേറ്റ് നമ്മുടെ കറിയുടെ കൂടെ ചേർത്താൽ മതിയാവും. ഇപ്പോൾ വാളംപുളി ആയതിൻ്റെ പേരിൽ ചെറിയൊരു പീസ് ചേർക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്തിട്ട്, ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ തേങ്ങ ഇതുപോലെ വളരെ കുറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് അളവിലേ ഉണ്ടാവുള്ളൂ, ഇത്രയ്ക്കേ ഉള്ളൂ. ഒരുപാട് തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം എന്നുള്ള ആവശ്യമില്ല, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർക്കാം കേട്ടോ. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കൂടി വെള്ളം ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി വേണ്ടത് നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുകയാണേ. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. മീൻകറി തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ എടുക്കുന്നത്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കടുകാണ്. കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില. നമ്മുടെ ഈ ഒരു മീൻകറിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കില്ല കേട്ടോ, ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ മസാലക്കൂട്ട് ചേർക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പോ 1/2 കപ്പോ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പോളം അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമ്മുടെ മീൻകറിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ കറി നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ മീൻകറിയെല്ലാം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. മീനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ പാര മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് പീസാക്കി ഇടാൻ പറ്റുന്ന ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. അതല്ലാതെ എല്ലാ മീനിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കുഞ്ഞു നെത്തോലി മീനിലൊക്കെ തയ്യാറാക്കാം. ഓരോ മീനിലും തയ്യാറാക്കുമ്പോൾ ഓരോ ആ മീൻകറിയുടെ ടേസ്റ്റും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. അതായത് ചൂര മീനിലോ പാര മീനിലോ അതുപോലെ തന്നെ നെയ്മീൻ, അങ്ങനെ എന്ത് മീനിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ പാരമീനായതിൻ്റെ പേരിൽ അതങ്ങനെ ഒന്നായിട്ട് തന്നെ ഇടുകയാണ് കേട്ടോ. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് തക്കാളിയാണ്. 1 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി നമുക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളും തക്കാളിയും പച്ചമുളകും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാവുന്നതാണ്. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയത്തിനും ലോക്കും ഇടയിൽ ഫ്ലെയിം വെച്ചിരുന്നാൽ മതി. ഒരുപാട് ഫ്ലെയിം വെക്കണ്ട കേട്ടോ, ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കണ്ട, ഒരുപാട് കുറഞ്ഞ ഫ്ലെയിമിലും വെക്കണ്ട. ഒരു 10 മിനിറ്റ് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 തവണ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ ശരി, ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കാം. ഇടയ്ക്ക് 1-2 തവണ ഇളക്കി കൊടുക്കാൻ മറക്കരുത്.
ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. തവിയൊന്നും ഉപയോഗിക്കരുത്, ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഇതിങ്ങനെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. ഇടയ്ക്ക് 1-2 തവണ കൂടി ഞാനിതൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടേതാ മീൻ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർക്കാം കേട്ടോ. കറിവേപ്പില അങ്ങനെ ചേർക്കുകയാണ്, കുഞ്ഞ് കറിവേപ്പില തണ്ടാണ്, അതിൻ്റെ പേരിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാം. ഇനി ഒരല്പം മാത്രം 1-2 ടീസ്പൂൺ അളവിൽ മാത്രം പച്ച വെളിച്ചെണ്ണയും കൂടി ഈ ഒരു രീതിക്ക് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും നമുക്കറിയാവുന്നതാണ്, മീൻകറി തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. സമയമുണ്ടെങ്കിൽ തലേദിവസം രാത്രിയെ തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് രുചി നമുക്ക് മീൻകറികളിൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതല്ല ഇപ്പോൾ തന്നെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യാവുന്നതാണ്. ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ നമുക്ക് എന്തിൻ്റെ കൂടെയൊക്കെയാണോ മീൻകറി വെച്ച് കഴിക്കാൻ ഇഷ്ടം, അതിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ എടുക്കാൻ പറ്റും നല്ലൊരു മീൻകറിയാണേ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല തിക്കായിട്ടുള്ള കറിയാണ്, നമുക്ക് ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ രുചികരവുമാണ്. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെയല്ല മീൻകറി തയ്യാറാക്കുന്നെങ്കിൽ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കത് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഉഷാറ് റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ, ടാറ്റാ.